ഹലോ ടെക് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണം. നമ്മുടെ ഈ ഒരു ചാനലിൽ ഒത്തിരി ജോബ്സിൻ്റെ വാക്കൻസീസ് പരിചയപ്പെടുത്താറുണ്ട്. അതിൽ ഗവൺമെൻറ് ജോബ്സ്, അതുപോലെ തന്നെ പ്രൈവറ്റ് ജോബ്സ് എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള ഫുൾ ടൈം ജോബിൻ്റെ വാക്കൻസീസ് ആണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇൻഫോ പാർക്കിൽ വർക്ക് ഫ്രം ഹോം ജോബിൻ്റെ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി ആൾക്കാരെ റിക്വസ്റ്റ് ചെയ്തു ഇതുപോലത്തെ ജോബ് ഓപ്പണിങ്സ് ഉണ്ടെങ്കിൽ വീണ്ടും വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലത്തെ വർക്ക് ഫ്രം ഹോം ജോബിൻ്റെ കുറച്ച് വാക്കൻസീസ് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. എല്ലാതും തന്നെ കൊച്ചി ഇൻഫോ പാർക്കിലെ പോസ്റ്റുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. IT ജോബ്സ് മാത്രമല്ല മറ്റുള്ള ജോബ്സും അവൈലബിൾ ആണ്. ഫ്രഷർ വാക്കൻസിയും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ പുറത്തൊക്കെ പോയി വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്തവർക്ക് റിമോട്ടായിട്ട് തന്നെ ഫുൾ ടൈം ജോബ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോയിൽ തന്നെ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമുള്ള ജോബാണെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതുപോലത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. ആദ്യത്തെ പോസ്റ്റ് വന്നിട്ട് ടെക്നിക്കൽ സപ്പോർട്ട് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്ക് എഞ്ചിനീയറുടെ പോസ്റ്റാണ് വന്നിരിക്കുന്നത്. 1 വർഷം മുതൽ 4 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. മോഡ് ഓഫ് വർക്ക് റിമോട്ടാണ്, പക്ഷേ അത് പെർമനൻ്റ് അല്ല, ടെമ്പററി ആണ്. എപ്പോൾ വേണമെങ്കിലും ലൊക്കേഷനിൽ പോയി ചെയ്യേണ്ട ആവശ്യം വരും കേട്ടോ. ഇനി ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റീസിലോട്ട് പോവുകയാണെങ്കിൽ ക്ലയൻറ്റ് IT സപ്പോർട്ട് റിക്വസ്റ്റ്, നമ്മൾ എന്താ പറയുക, കസ്റ്റമർ പോലെ ക്ലയൻസ് ആയിട്ട് ചാറ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അതായത് ചാറ്റ് വഴിയോ ഇമെയിൽസ് വഴിയോ അതല്ലെങ്കിൽ ടിക്കറ്റൊക്കെ വഴി ടിക്കറ്റ് റേസ് ചെയ്യുക, അങ്ങനത്തെയൊക്കെ ജോബാണ് മെയിൻലി ഇതിൻ്റെ അകത്ത് വരുന്നത് സപ്പോർട്ട് എക്സിക്യൂട്ടീവ് എന്നുള്ള പോസ്റ്റിൽ. അതല്ലാതെ IT ജോബ് പോലെ കോഡിങ് അങ്ങനത്തെ എക്സാക്റ്റ് സംഭവമല്ല. നമ്മൾ ക്ലയൻസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ജോബാണ് വരുന്നത് കേട്ടോ. ഇതിന് വേണ്ട എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് റൊട്ടേഷണൽ ഷിഫ്റ്റിൽ വർക്ക് ചെയ്യാൻ പറ്റണം, പിന്നെ വെർബൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡെസ്ക് ടോപ്പ് സപ്പോർട്ട് എഞ്ചിനീയർ അല്ലെങ്കിൽ ടെക്നിക്കൽ സപ്പോർട്ട് എഞ്ചിനീയറിൻ്റെ പോസ്റ്റിൽ 1 കൊല്ലെങ്കിലും വർക്ക് ചെയ്തവരായിരിക്കണം. പിന്നെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെയൊക്കെ കുറിച്ചിട്ട് അറിയണം. അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ആണ്. ഇതിന് നിങ്ങൾക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന മെയിൽ ID-യിലോട്ട് നിങ്ങളുടെ റെസ്യൂം അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് പോസ്റ്റ് വന്നിട്ട് നെറ്റ്വർക്ക് എഞ്ചിനീയറുടെ പോസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് എക്സ്പീരിയൻസ് വന്നിട്ട് 2 to 6 ഇയർ എക്സ്പീരിയൻസ് ആണ് ഇവർ കൊടുത്തിരിക്കുന്നത്. മോഡ് ഓഫ് വർക്ക് റിമോട്ട് തന്നെയാണ്. ഇനി ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റീസിലോട്ട് വരുവാണെങ്കിൽ കുറച്ച് ഫീൽഡ് അല്ലെങ്കിൽ കുറച്ച് ടൂൾസ് ആയിട്ട് ഒരു പരിചയം വേണം. അതാണ് ഇവിടെ സൈഡിൽ വെച്ചിരിക്കുന്നത്. ഞാൻ എല്ലാതും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല, നിങ്ങൾ വായിച്ച് നോക്കിയാലും മതി കേട്ടോ. ഇനി ഇതിൻ്റെ ടെക്നിക്കൽ സ്കിൽസിലോട്ട് വരുവാണെങ്കിൽ ഫയർവാൾ മാനേജ്മെൻറ്റിൽ 2 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നെ ഇതിൻ്റെ അകത്ത് CCNA സർട്ടിഫൈഡ് ആയിരിക്കണം ഈ ഒരു കാൻഡിഡേറ്റ് എന്ന് പറയുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിൻലി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 2 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കാണ് ഇവർ മുൻഗണന കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ക്വാളിഫിക്കേഷനിലോട്ട് വരുവാണെങ്കിൽ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. മാത്രമല്ല അറ്റ്ലീസ്റ്റ് 6 മെമ്പേഴ്സ് ഉള്ള ടീമിലെങ്കിലും വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന് നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന മെയിൽ ID-യിലോട്ട് നിങ്ങളുടെ റെസ്യൂം CV അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് പോസ്റ്റ് വന്നിട്ട് കണ്ടന്റ് റൈറ്ററുടെ പോസ്റ്റാണ് വന്നിരിക്കുന്നത്. 1 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ജോബ് ഫുൾ ടൈം ആണ്. റിമോട്ട് അല്ലെങ്കിൽ ഓൺ സൈറ്റ് ആയിരിക്കും ഇതിൻ്റെ റിക്വയർമെൻറ്റ്. ഇതിൻ്റെ എന്താ പറയുക, സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ ചെന്ന് ഒന്നല്ലെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ അവർ കോൾ ചെയ്യുവാണെങ്കിൽ ആ ഒരു ലൊക്കേഷനിൽ പോയി വർക്ക് ചെയ്യേണ്ട ആവശ്യം വരും കേട്ടോ. കണ്ടന്റ് റൈറ്ററിന് വേണ്ട എല്ലാ ക്വാളിഫിക്കേഷൻസും ഉള്ള ഐഡിയൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് 1 കൊല്ലെങ്കിലും ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ബ്ലോഗ് റൈറ്റിംഗ്, ആർട്ടിക്കിൾ റൈറ്റിംഗ്, വീഡിയോ സ്ക്രിപ്റ്റ് ഇതിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കണം. എഡിറ്റിങ്ങും അതുപോലെ തന്നെ റൈറ്റിംഗ്, പ്രൂഫ് റീഡിങ് അങ്ങനെയുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് നിങ്ങളുടെ റൈറ്റിംഗ് സാമ്പിൾസ് ഉൾപ്പെടുന്ന റെസ്യൂം ഈ കാണുന്ന മെയിൽ ID-യിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. സബ്ജക്റ്റ് വെക്കേണ്ടത് കണ്ടന്റ് റൈറ്റർ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടാണ് സബ്ജക്റ്റ് വെക്കേണ്ടത് മെയിൽ അയക്കുമ്പോൾ. ഇനി നെക്സ്റ്റ് പോസ്റ്റ് വന്നിട്ട് US HR എക്സിക്യൂട്ടീവിൻ്റെ പോസ്റ്റാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് US ഇമിഗ്രേഷൻ അല്ലെങ്കിൽ H1B വിസ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഓൺ ബോർഡിങ്ങിൽ HR എക്സ്പീരിയൻസ് ഉള്ള 1 ഇയറെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കണം. പിന്നെ ഇതിൻ്റെ അകത്ത് US ലേബർ ലോ അതുപോലെ തന്നെ ഇമിഗ്രേഷൻ റെഗുലേഷൻ ഇതിനെയൊക്കെ കുറിച്ചിട്ട് ഒരു അവബോധം ഉണ്ടായിരിക്കണം. അങ്ങനത്തെ ആൾക്കാർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പിന്നെ എക്സലൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം. പിന്നെ ഇതിൻ്റെ അകത്ത് മൈക്രോസോഫ്റ്റ് ഓഫീസ്, എക്സൽ, വേർഡ്, പവർ പോയിൻറ്റ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ലൊക്കേഷൻ വന്നിട്ട് റിമോട്ട് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്.
ഇതിന് ആപ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങൾ ഈ ഒരു ടാഗ് സബ്ജക്റ്റ് വെക്കുമ്പോൾ എപ്പോഴും ഈ ഒരു ജോബിൻ്റെ ടാഗ് അതിനുശേഷം CV കൂടെ വെച്ചിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് പോസ്റ്റ് വന്നിട്ട് റിമോട്ട് ജോബ് അല്ല, ഇതിൻ്റെ അകത്ത് വന്നിട്ട് വീഡിയോഗ്രാഫർ കം വീഡിയോ എഡിറ്ററിൻ്റെ ഒരു പോസ്റ്റാണ് വന്നിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഫ്രഷർ വേക്കൻസിയാണ്. ഫ്രഷർ അല്ലെങ്കിൽ 6 മന്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ക്യാമറ ഹാൻഡ്ലിംഗ്, ഓഡിയോ എക്യുപ്മെൻറ്റ്, ഗ്രാഫിക് ഡിസൈനിങ് ടൂൾസ്, അതായത് ഫോട്ടോഷോപ്പ് ഒക്കെ ഉണ്ടല്ലോ, നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവർ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിന് ആപ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അർജൻറ്റ് വന്നിരിക്കുന്ന റിമോട്ട് വാക്കൻസീസ്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.